തുടരുകയാണ്. അവിടെ ഇന്ന് രാവിലെ പനമരത്ത് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ കാപ്പിത്തോട്ടത്തിലാണ് കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തെങ്ങ് മറിച്ച് ഇടാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ നിന്ന് KCBയുടെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് ആന ചെരിഞ്ഞത്. ഇപ്പോൾ ആനയുടെ ജഡം ക്രെയിൻ എത്തിച്ചു ഉയർത്തി ഇപ്പോൾ ലോറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വനമേഖലയിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം, അത് കഴിഞ്ഞിട്ടായിരിക്കും ജഡം മറവ് ചെയ്യുക. ഓപ്പൺ ലോറിയാണ്. ഇപ്പോൾ മടം ഉപയോഗിച്ച് ജഡം ലോറിയുമായി ബന്ധിപ്പിക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. കമൽ നമുക്കൊപ്പം അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. കമൽ, പറയൂ വിവരങ്ങൾ. ആര്യ, ആനയുടെ ജഡം ലോറിയിൽ ബന്ധിക്കുന്ന പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയാവുകയാണ്. കയറുപയോഗിച്ച് ബന്ധിച്ച് കഴിയാറായി. ഇനി ക്രെയിൻ ഈ വഴിയിൽ നിന്ന് മാറ്റണം. അത് കഴിഞ്ഞാൽ ലോറി പുറപ്പെടുകയായി. തൊട്ടടുത്തുള്ള വനമേഖലയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഒരുപാട് അകലെയല്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവിടെ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കും. എന്തായാലും ഈ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രെയിനും ലോറിയും ഒക്കെ എത്തുന്ന ഒരു ഭൂപ്രദേശം ആയതുകൊണ്ട് ഈ കാര്യങ്ങൾ സുഗമമായി നടത്താൻ വനംവകുപ്പിന് കഴിഞ്ഞു. എന്തായാലും ബന്ധിച്ചു കഴിഞ്ഞു. ക്രെയിൻ മുന്നിൽ നിന്ന് മാറ്റാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനുശേഷം ലോറി പുറപ്പെടും. ഇന്ന് പുലർച്ചെയാണ് ഈ ജയരാജ് എന്ന ആളുടെ കൃഷിയിടത്തിൽ വെച്ച് ആനയ്ക്ക് ഷോക്കേറ്റത്. അത് KCBയുടെ വൈദ്യുതി ലൈൻ, വീട്ടിലേക്ക് വരുന്ന സിംഗിൾ ഫേസ് ലൈനിൽ നിന്നാണ് ആനയ്ക്ക് ഷോക്കേറ്റത്. ഒരു തെങ്ങ് മറച്ചിട്ടപ്പോൾ ലൈനിൽ തട്ടി ആനയ്ക്ക് ഷോക്കേൽക്കുകയായിരുന്നു. ഈ കാട്ടുകൊമ്പൻ നിരന്തരമായി ഈ പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ കാണാറുള്ള ആനയാണ് എന്നാണ് ആളുകൾ പറയുന്നത്. കുറേ ദിവസങ്ങളായി ഈ ഭാഗത്തൊക്കെ ഉണ്ടാകാറുണ്ട്. നേരം ഇരുട്ടിയാൽ ആനകൾ സ്ഥിരമായി ഇറങ്ങുന്ന ഒരു മേഖലയാണ് ഈ അമ്മാനി, നിർവാരം തുടങ്ങിയ പ്രദേശങ്ങൾ. നിറയെ കാപ്പിത്തോട്ടങ്ങളും നെൽവയലുകളും ഒക്കെയുള്ള പ്രദേശമാണ്. പനമരം പുഴ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ആനകൾക്ക് ധാരാളം തീറ്റയും വെള്ളവും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. ചക്കയുടെ സീസണൊക്കെ ആയി കഴിഞ്ഞാൽ നിരന്തരം ആനകൾ തോട്ടത്തിലിറങ്ങുന്ന ഒരു പ്രദേശമാണ്. ആളുകളുടെ പരാതി, ഇവിടെ റെയിൽ ഫെൻസിംഗ് പാസ്സായിട്ട് കുറേ നാളുകളായി അത് പ്രവൃത്തി പക്ഷേ വളരെ പതുക്കെയാണ് എന്നാണ് ആളുകൾ പറയുന്നത്. ഫെൻസിംഗ് ഉണ്ടെങ്കിൽ ഏറെക്കുറെ ഈ ആനശല്യം പരിഹരിക്കാനാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. പക്ഷേ അതിന്റെ പ്രവൃത്തി ഇഴയുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ ഉണ്ടായിരുന്ന ട്രെഞ്ചുകൾ ഈ ഫെൻസിങ്ങിന് ജോലിയുടെ ഭാഗമായി നികത്തി എന്നും പ്രദേശവാസികൾ പറയുന്നു. അതാണ് ആനകൾ നിരന്തരം ഇറങ്ങാനുള്ള ഒരു കാരണമായി പറയുന്നത്. എന്താണെങ്കിലും ഈ ആന ഇന്നലെ രാത്രി കൃഷിയിടത്തിലെത്തിയതാണ്. തെങ്ങ് മറച്ചിടുന്നതിനിടെ KCBയുടെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. രാവിലെ വീട്ടുകാർ എഴുന്നേറ്റപ്പോൾ വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ലൈൻ പൊട്ടിക്കിടക്കുന്നത് കണ്ടത്. തുടർന്ന് മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ മുറ്റത്തിന് തൊട്ട് താഴെ ചെടികൾക്കിടയിൽ ആനയുടെ ജഡം കാണുകയായിരുന്നു. ഉടനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും KCB ജീവനക്കാരും ഒക്കെ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിച്ചു. തുടർന്ന് ട്രെയിൻ എത്തിച്ച് ആനയുടെ ജഡം അല്പസമയം മുമ്പാണ് ഉയർത്തിയത്. ഈ പറമ്പിൽ നിന്ന് ഉയർത്തി മുറ്റത്ത് കൊണ്ട് നിർത്തിയ ലോറിയിലേക്ക് ആനയുടെ ജഡം മാറ്റി. ഇപ്പോൾ ഈ ആനയുടെ ജഡം ലോറിയുമായി ചേർത്ത് ഓപ്പൺ ലോറിയാണ്. തുറന്ന ലോറിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ജഡം വെച്ചു ക്രെയിൻ ഉപയോഗിച്ച്. തുടർന്ന് ലോറിയിലേക്ക് ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിനുശേഷം ലോറിയിൽ തൊട്ടടുത്തുള്ള പാതിരി വനമേഖലയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. തുടർന്ന് വനത്തിനുള്ളിൽ തന്നെ ജഡം മറവ് ചെയ്യും. അതാണ് സാധാരണയുള്ള പ്രൊസീജിയർ. എന്തായാലും കാട്ടുകൊമ്പനാണ്, ഒരു കൊമ്പൻ ആനയാണ് ചെരിഞ്ഞിരിക്കുന്നത്. DFO ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വനംവകുപ്പിൽ നിന്ന് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലുമാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. എന്തായാലും മഴക്കാലം സാധാരണഗതിയിൽ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഈ മേഖലയിൽ ഏറ്റവും രൂക്ഷമായി കാട്ടാന ശല്യം ഉണ്ടാകാറുള്ള ഒരു പ്രദേശമാണ്. ഞാൻ പറഞ്ഞതുപോലെ ചക്ക, മാങ്ങ സീസണൊക്കെ ആയാൽ ആനകൾ സ്ഥിരമായി കാപ്പിത്തോട്ടത്തിൽ തമ്പടിക്കുന്ന ഒരു മേഖലയാണ്. ഇത്തവണ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി മാവ് എവിടെയും പൂത്തിട്ടില്ല, മാങ്ങയില്ല. എങ്കിലും ചക്ക തിന്നാൻ ആനകൾ എത്തും എന്ന് തന്നെയാണ് കർഷകർ പറയുന്നത്. എന്തായാലും അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, ആന ചെരിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ടാർപോളിൻ ഉപയോഗിച്ച് ആനയുടെ ജഡം മൂടിയിരിക്കുന്നു. ആര്യ, എത്രയും പെട്ടെന്ന് ഇനി വനത്തിലേക്ക് ആനയുടെ ജഡം കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ.